ശരീരാരോഗ്യം എന്നും നിലനിർത്തുവാൻ ആവശ്യമായ പോഷക ഗുണമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിലാണ് നാം ഇന്ന് ശ്രദ്ധ പുലർത്തേണ്ടത്. കപ്പലണ്ടി, മുന്തിരിങ്ങ, ഏത്തപ്പഴം, തേങ്ങാപ്പീര എന്നിവ ഉപയോഗിച്ച് ഉള്ള ഒരു പലഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഇന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഒരു മുറി തേങ്ങ ചിരണ്ടി എടുക്കുക. 50 ഗ്രാം വീതം ഉണക്കമുന്തിരിയും കപ്പലണ്ടിയും എടുക്കുക. കപ്പലണ്ടി ചെറുതായി ഞുറുക്കിയെടുക്കുക. 1 കപ്പ് മൈദയും 1 മുട്ടയും 2 ഏത്തപ്പഴവും എടുക്കുക. ഏത്തപ്പഴം നടുവേ കീറിയതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുക്കുക. ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അരിഞ്ഞ ഏത്തയ്ക്ക അതിലേക്കിടുക. ഇതിനായി ചെറു തീ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഏത്തപ്പഴം ചൂടായി വരുമ്പോൾ ചിരകിയിരിക്കുന്ന തേങ്ങാപ്പീര അതിലേക്കിടാവുന്നതാണ്. ഏത്തപ്പഴവും തേങ്ങാപ്പീരയും കൂടി നന്നായി മിക്സ് ചെയ്യുക. ഉണക്കമുന്തിരിയും കപ്പലണ്ടിയും ഇതിലേക്ക് തന്നെ ഇടുക. നന്നായി ഇളക്കി കൊടുക്കുക. ചുവന്നു വരുമ്പോൾ തീ അണച്ച് വാങ്ങാവുന്നതാണ്. ഒരു മുട്ട എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുക. ഈ ഇളക്കിയ മുട്ടയിലേക്ക് 1 കപ്പ് മൈദ ഇടുക. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ആവശ്യത്തിന് ഉപ്പ് ഇടാം. അതിനുശേഷം വെള്ളം ഒഴിച്ച് ദോശമാവിന് പരുവത്തിൽ ഇളക്കിയെടുക്കുക. അല്പം നീട്ടി എടുക്കാവുന്നതാണ്. ദോശത്തവ അടുപ്പയിൽ വെച്ച് ചൂടാക്കുക. മൈദ കൊണ്ടുള്ള ബാറ്റർ ഇതിലേക്ക് 2 തവി ഒഴിച്ച് ചുറ്റിച്ചെടുക്കാവുന്നതാണ്. ഒരു വശം ചൂടാകുമ്പോൾ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ കൂട്ട് ഇടുക. ദോശയുടെ 4 വശവും മടക്കി വെക്കുക. ഇപ്പോൾ നമ്മുടെ പലഹാരം റെഡിയായി. എല്ലാ ദിവസവും ഒരേ പലഹാരം, പരിപ്പുവട, ഉഴുന്നുവട, പപ്സ്, ബർഗർ, ഇങ്ങനെ ഒരേ പലഹാരം കഴിക്കാതെ വ്യത്യസ്തമായ പലഹാരങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഈ പലഹാരം ഉണ്ടാക്കി കഴിക്കുകയും സ്നേഹിതർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. ഭക്ഷണം, വിനോദം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലാണ് ഞാൻ വീഡിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റനേകം ഭക്ഷണങ്ങളുടെയും യാത്രകളുടെയും വീഡിയോകൾ ഞാൻ ഇതിനകം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വേഗം തന്നെ മറ്റുള്ള വീഡിയോയും കൂടെ കാണുക. എൻ്റെ ഈ ചാനലിൻ്റെ വളർച്ചയ്ക്കായി സൗജന്യമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ആഹാരം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. വളരെ നന്ദി.